നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. അതിനായി നിങ്ങൾ അല്പം സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. 25-50 വർഷങ്ങൾക്ക് ശേഷവും ഈ ആഗ്രഹം നിങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കുമോ എന്ന് കാണുക. നിങ്ങളുടെ മരണക്കിടക്കയിലും നിങ്ങൾക്കത് പ്രധാനപ്പെട്ടതാകുമോ? നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കണം. നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും, നിങ്ങളുടെ സ്വപ്നം എന്താണെങ്കിലും, നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും അതിനെപ്പോഴും മൂല്യമുണ്ടാകുമോ? കാരണം മിക്ക ആഗ്രഹങ്ങളും ഓരോ കെണികളാണ്. അവയെല്ലാം കെണികളാണ്. അതിലകപ്പെട്ടാൽ അതൊരു വൺ വേ ആണ്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഇവരിൽ പലരും നിങ്ങളെക്കാൾ പ്രായമുള്ളവരാണ്. നിങ്ങൾ അവരോട് ചോദിക്കൂ, 18-ാം വയസ്സിൽ അവരെന്താണ് സ്വപ്നം കണ്ടതെന്ന്. അത് യാഥാർത്ഥ്യമാകാഞ്ഞതിൽ അവർ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതുമെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ അവയോടൊപ്പം ജീവിക്കാനാകുമോ? നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അവയിൽ പലതും യാഥാർത്ഥ്യമായി മാറിയില്ല, ശരിയല്ലേ? അപ്പോൾ ഇത് പ്രധാനമാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും ജീവിതത്തിലെ ലക്ഷ്യമെന്താകണമെന്ന് നിർണ്ണയിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും അവർ ഒരു ബ്രേക്ക് എടുക്കേണ്ടത് പ്രധാനമാണ്. സാമൂഹികമായ സ്വാധീനങ്ങൾ, കുടുംബത്തിലെ സ്വാധീനങ്ങൾ, മറ്റു പല സ്വാധീനങ്ങളും. അവയിൽ നിന്നെല്ലാം മാറി നിൽക്കുക. അതിനുവേണ്ടിയാണ് ആശ്രമം. അങ്ങനെ അല്പം മാറി നിന്ന് ഒരു സ്ഥലത്തിരുന്ന് അല്പം ധ്യാനിച്ച് അല്പം വ്യക്തതയും സന്തോഷവും നിങ്ങളിൽ സൃഷ്ടിക്കുക. നിങ്ങൾക്ക് സന്തോഷവും വ്യക്തതയും ഉള്ളപ്പോൾ അപ്പോൾ തീരുമാനമെടുക്കണം. നിരാശയിലല്ല ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിരാശയിൽ നിന്നുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ആ നിമിഷം പ്രധാനപ്പെട്ടതായിരിക്കും. പിറ്റേന്ന് രാവിലെ എന്തിനാണ് നിങ്ങൾ അതിൽ കുരുങ്ങിക്കിടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇത് പ്രധാനമാണ്. ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ നിങ്ങളിൽ വളരെയധികം സമാധാനവും സന്തോഷവും വ്യക്തതയും ഉള്ളപ്പോൾ അത് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്, ശരിയല്ലേ? ചുറ്റുമുള്ള ഒന്നും നിങ്ങളെ സ്വാധീനിക്കരുത്. നിങ്ങൾ തനിച്ചിരിക്കുക. എന്നിട്ട് തീരുമാനിക്കുക എന്താണ് ശരിക്കും നിങ്ങൾ ജീവിതത്തിലായിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്ന്. നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും മൂല്യമുണ്ടാകുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല. കൂടാതെ അതിനായി നിങ്ങളൊരു വ്യക്തിത്വം സൃഷ്ടിക്കേണ്ടതില്ല. അതിനായി നിങ്ങൾ പരിശ്രമിക്കണം. ആവശ്യമായ വ്യക്തിത്വം ഉണ്ടാകും. ഒരു വ്യക്തിത്വം എന്നാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പേഴ്സണാലിറ്റി എന്ന വാക്ക് വരുന്നത് പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിൽ പേഴ്സോണ എന്ന പദത്തിനർത്ഥം ഒരു മുഖംമൂടി എന്നാണ്. അതൊരു മുഖംമൂടിയാണ്. പഴയകാല നാടകങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നൊരു മുഖംമൂടിയാണിത്. അന്ന് ഒരു വ്യക്തി തന്നെ പല വേഷങ്ങളും ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് രാമായണ നാടകം നടക്കുമ്പോൾ നിങ്ങൾ തന്നെ രാമന്റെ വേഷവും സീതയുടെ വേഷവും ലക്ഷ്മണന്റെ വേഷവും ചെയ്യണം. ഓരോ വേഷത്തിനും ഒരു മുഖംമൂടിയുണ്ട്. ഒരു മുഖംമൂടി വെച്ച് രാമനെ പോലെ സംസാരിക്കും, എന്നിട്ട് അത് നിലത്ത് വയ്ക്കും. അടുത്തത് വെച്ച് സീതയെപ്പോലെ സംസാരിക്കും, എന്നിട്ട് അടുത്തതെടുത്ത് ഹനുമാനെപ്പോലെ സംസാരിക്കും. അങ്ങനെയാണ് ഈ നാടകങ്ങൾ നടന്നത്. അപ്പോൾ ഈ മുഖംമൂടികളെയാണ് അവർ പേഴ്സോണ എന്ന് വിളിച്ചത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്നാൽ നിങ്ങൾ ഒരു മുഖംമൂടി വെച്ചു. പക്ഷെ ആ മുഖംമൂടി മുഖത്ത് ഉറച്ചുപോയി. അതെടുത്തു മാറ്റാൻ ആകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു. വ്യക്തിത്വം ആളുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് കാരണം അവർക്ക് വെറുതെ ആയിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ശരിയായ കാര്യത്തിനു പകരം കപടമായതിനെ നിങ്ങൾ ഉറപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ജീവനുമായി നിങ്ങൾ സമ്പർക്കത്തിലാണെങ്കിൽ പിന്നെന്തിനാണ് വ്യക്തിത്വത്തിൻ്റെ ആവശ്യമില്ല? പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പല വ്യക്തിത്വമുണ്ടാകാം. നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ തന്നെയാണ്. അതോ ഒരു വ്യക്തിത്വത്തിൽ കുടുങ്ങിപ്പോയോ? ചിലർ കുടുങ്ങിപ്പോയി. ജീവിതത്തിൽ അതിലാളിത്യമുള്ള ചിലർക്ക് ഒരു വ്യക്തിത്വമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ വ്യക്തിത്വമുണ്ട്, ശരിയല്ലേ? 1999 മുൻപ് നിങ്ങൾ എന്നെ കണ്ടിരുന്നു എങ്കിൽ, അതായത് ധ്യാനലിംഗ പ്രതിഷ്ഠാപനത്തിനു മുൻപ്, ഞാൻ തീർത്തും വ്യത്യസ്തനായൊരു വ്യക്തിയായിരുന്നു. അതെ, അങ്ങനെ ആയിരുന്നെന്നാൽ എന്നെ സംബന്ധിക്കുന്നതെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു. അതിനു മുമ്പേ എനിക്ക് അതീതമായ ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷേ ഇത് ബോധപൂർവമായിരുന്നു. ആ സമയത്ത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഞാൻ പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരുന്നു. ഞാനൊരു പ്രത്യേക രീതിയിലായിരുന്നു. അതിനുശേഷം ഞാൻ ജീവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ എങ്ങനെയോ
അത് സംഭവിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരി, ചെയ്യേണ്ട പ്രവൃത്തിയെല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റട്ടെ. അത് പൂർത്തീകരിക്കാൻ ഞാനൊരു പ്രത്യേക വ്യക്തിത്വം സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയായതിനാൽ അത് മാറ്റാമെന്ന് ഞാനും കരുതി. എനിക്ക് ചുറ്റുമുള്ളവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റാൻ പോവുകയാണെന്ന്. ഇതിൽ പരിഭ്രമിക്കരുത്, ഞാൻ അതേ മനുഷ്യൻ തന്നെയാണ്. അവർ പറഞ്ഞു, അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന്. ഞാൻ പറഞ്ഞു, എന്നോടൊപ്പം ഉണ്ടാക്കുക, കാരണം കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. എന്നെ സംബന്ധിക്കുന്നിടത്തോളം അതെല്ലാം മാറും. എൻ്റെ പ്രവർത്തന രീതികൾ മാറും, എൻ്റെ സംസാര രീതി മാറും, വസ്ത്രധാരണം മാറും, ഞാൻ ചെയ്യുന്നതിലെല്ലാം മാറ്റമുണ്ടാകും. അവർ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കങ്ങേ അറിയാം, ഞങ്ങൾക്കങ്ങേ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, എന്നാലും മുറുകെ പിടിച്ചിരിക്കുക, കാരണം കാര്യങ്ങൾ മാറുമ്പോൾ ആളുകൾ വിട്ടുപോകും. ഒരുപാട് ആളുകൾ വിട്ടുപോയി. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്കറിയാമായിരുന്ന ആ വ്യക്തി എവിടെയാണ്. ആ വ്യക്തി പൂർണ്ണമായും ഇല്ലാതായി. അതെ, ഇതൊരു പുതിയ മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യനെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് മാറിയത്. എന്നിട്ടും അവർ എന്നെ വിട്ടുപോയി. ഒരുപാട് പേർ, എനിക്ക് പ്രിയപ്പെട്ടവരും വളരെ അടുപ്പമുള്ളവരുമായിരുന്ന പലരും എന്നെ വിട്ടുപോയി. കാരണം ഞാൻ പൂർണ്ണമായും മാറി. ഞാൻ മാറാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞതാണ്. കാരണം ജോലിയുടെ ഒരു ഘട്ടം പൂർത്തിയായി. ഇപ്പോൾ വ്യക്തിത്വം മാറാനുള്ള സമയമായി. ഞാൻ വസ്ത്രം ധരിക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയുമെല്ലാം ഞാൻ എങ്ങനെയാണോ അതെല്ലാം, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ഇഷ്ടഭക്ഷണം വരെ ഞാൻ മാറ്റി. എന്തായാലും വ്യക്തിത്വം മാറ്റുകയാണ്, അപ്പോൾ ഭക്ഷണവും മാറ്റാമെന്ന് ഞാൻ കരുതി. അപ്പോൾ വ്യക്തിത്വം എന്നത് നിങ്ങൾ സ്വീകരിച്ച ഒന്നാണ്. എന്നാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതായി. അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. അതെങ്ങനെ രൂപപ്പെടുത്താമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിനർത്ഥം നിങ്ങളാണത് സൃഷ്ടിക്കുന്നത് എന്നല്ലേ? രൂപപ്പെടുത്തുക എന്നതിനർത്ഥം നിർമ്മിക്കുക എന്നുകൂടിയാണ്, അല്ലേ? നിങ്ങളാണത് നിർമ്മിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുയോജ്യമായ വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും അത് നിർമ്മിക്കൂ. പക്ഷെ അത് എടുത്തു മാറ്റാനും നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ മുഖത്ത് ഉറച്ചു പോയാൽ അത് ദുരിതമാകും. പിന്നെ എല്ലാം ദുരിതമായി മാറും. നിങ്ങൾക്ക് ഏത് വ്യക്തിത്വവും സ്വീകരിക്കാം. പക്ഷേ അത് എടുത്തു മാറ്റേണ്ട സമയത്ത് അത് എടുത്തു മാറ്റാൻ കഴിയണം. ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ നിരവധി പേർ വന്നു. അങ്ങനെ രാജാവും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് ചിന്തിച്ചു, ഇത്ര ജ്ഞാനിയായ ഒരു മനുഷ്യൻ തൻ്റെ സഭയിൽ ഉണ്ടാകണമെന്ന്. അങ്ങനെ സന്യാസിയോട് പറഞ്ഞു, അങ്ങ് എൻ്റെ പ്രധാനമന്ത്രിയായി എന്നോടൊപ്പം വരണം. കാരണം അങ്ങയെപ്പോലൊരു ജ്ഞാനി ഈ മരത്തിന് കീഴിലിരുന്ന് സമയം പാഴാക്കരുത്. അങ്ങ് ആളുകൾക്ക് ഉപയോഗപ്രദമാകണം. സന്യാസി പറഞ്ഞു, നോക്കൂ, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അങ്ങയുടെ കൊട്ടാരത്തിൽ എനിക്കൊരു മുറി നൽകണം. ദിവസവും എനിക്കവിടെ 1 മണിക്കൂർ ചിലവഴിക്കണം. അങ്ങൊരിക്കലും അതിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കരുത്. അവിടെ എന്താണ് നടക്കുന്നതെന്നൊരിക്കലും ചോദിക്കരുത്. മുറിക്കുള്ളിലേക്ക് കടന്നു വരരുത്. ഒന്നും പാടില്ല. അങ്ങോ അങ്ങയുടെ ദാസന്മാരോ അങ്ങയുടെ ചാരന്മാരോ അങ്ങനെ ആരും തന്നെ ഈ മുറിയിലേക്ക് വരരുത്. രാജാവ് പറഞ്ഞു, അതൊരു പ്രശ്നമേ അല്ലെന്ന്. എനിക്കെന്താണ് പ്രശ്നം? അങ്ങയ്ക്കൊരു മുറി വേണം, ഞാൻ എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? അങ്ങെടുത്തോളൂ. പിന്നെ എപ്പോഴും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, സന്യാസിയായ ഈ മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ ഒരു മന്ത്രിയാണ്. അദ്ദേഹം കൊട്ടാരത്തിന് അനുയോജ്യമായ വസ്ത്രമാണ് ധരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മുറിയിലേക്ക് പോകും, എന്നിട്ട് 1 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ഇരിക്കും. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നിങ്ങൾക്കറിയാമല്ലോ, രാജാവിൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അത് നമ്മളെ ചൊവ്വയിൽ വരെ എത്തിച്ചു. അദ്ദേഹം അതിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വളരെ ആഗ്രഹമായി. പല വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്തോ ചിലത് ചെയ്യുകയാണ്, മറ്റാരോ അതിനുള്ളിലുണ്ട്. അദ്ദേഹം ശത്രുവിൻ്റെ ചാരനായിരിക്കാം, പെട്ടെന്നിവിടെ എത്തിയതാകാം. അവിടെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, എല്ലാവരും, കൊട്ടാരത്തിലെ എല്ലാവരും അദ്ദേഹം എന്താണ് അതിനുള്ളിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ മുറി എപ്പോഴും പൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഉള്ളിലേക്ക് പോകും, സമയം ചെലവഴിക്കും, പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അദ്ദേഹം ഉള്ളിലേക്ക് പോകും. ആളുകൾ പലതും പറയാൻ തുടങ്ങി. അങ്ങനെ
ഒരു ദിവസം രാജാവിന് അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ആ മുറിക്കുള്ളിൽ എന്താണെന്ന് എനിക്ക് കാണണം. അദ്ദേഹം പറഞ്ഞു, അങ്ങെനിക്കൊരു വാക്ക് തന്നിരുന്നു, അത് ലംഘിച്ചാൽ ഞാനിവിടം വിട്ടുപോകും. രാജാവ് സ്വയം നിയന്ത്രിച്ചു. അദ്ദേഹം വളരെ ജ്ഞാനിയായതിനാൽ അവർക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടരുത്. അങ്ങനെ സഭയിലുള്ള മറ്റു പലരും ചോദിക്കാൻ തുടങ്ങി, അങ്ങെന്തിനാണ് ഇത് അനുവദിക്കുന്നത്? ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് നമുക്കറിയില്ല. ഇത് അപകടമാകാം, ഇങ്ങനെയാകാം, അങ്ങനെയാകാം എന്നെല്ലാം. ഒരു ദിവസം അദ്ദേഹം അവിടെ ഇല്ലാത്തപ്പോൾ അവർ വാതിൽ തകർത്തുള്ളിൽ പ്രവേശിച്ചു. അവർ ചുറ്റും നോക്കി. മുറി ശൂന്യമാണ്, ഫർണിച്ചറില്ല, അവിടെ ഒന്നുമില്ല, ശൂന്യമായ മുറി മാത്രം. അവർ ചുറ്റും നോക്കി. അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ഒരു മൂലയിൽ അവർ കണ്ടു, വളരെ പഴകിയ വസ്ത്രങ്ങൾ അവിടെ തൂങ്ങിക്കിടക്കുന്നു, കൂടിയൊരു ഭിക്ഷാപാത്രവും. അവർക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സന്യാസി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കാണേണ്ടതെല്ലാം നിങ്ങൾ കണ്ടു. രാജാവ് ചോദിച്ചു, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വരും. എൻ്റെ പഴയ വസ്ത്രങ്ങൾ ധരിച്ച ഈ ഭിക്ഷാപാത്രവും പിടിച്ചിരിക്കും. കാരണം എനിക്ക് കൊട്ടാരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കുടുങ്ങിപ്പോകാൻ ആഗ്രഹമില്ല. എൻ്റെ വിവേകവും ജ്ഞാനവും ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളിലും സ്വർണങ്ങളിലും ഇല്ലാതാകാൻ എനിക്ക് ആഗ്രഹവുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരും, ഈ വസ്ത്രം ധരിക്കും, ഭിക്ഷാപാത്രവും എന്തിയിരിക്കും, തീരുമാനം എടുത്തതിന് ശേഷം പുറത്തു വരും. ഇപ്പോൾ അങ്ങ് വാക്ക് തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഇതാണ് ധ്യാനം എന്നതിനർത്ഥം. എല്ലാ ദിവസവും നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം അഴിച്ചു മാറ്റുക. നിങ്ങൾ അതിനായി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നാൽ, നോക്കൂ, നിങ്ങൾ സൃഷ്ടിക്കുന്നതിനെല്ലാം എപ്പോഴും നിങ്ങളുടെ സഹായം ആവശ്യമാണ്, ശരിയല്ലേ? ഉദാഹരണത്തിന്, നിങ്ങളൊരു നുണ പറഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ നിങ്ങളെപ്പോഴും പരിശ്രമിക്കണം. പക്ഷേ എന്തെങ്കിലും സത്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മറക്കാം, പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സത്യമായ കാര്യങ്ങളെ നിങ്ങൾ മറന്നാൽ പോലും അത് അവിടെ ഉണ്ടാകും, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അതൊരു നുണയാണെങ്കിൽ നിങ്ങൾ അതിനെ സംരക്ഷിക്കണം. നിങ്ങളുടെ വ്യക്തിത്വം ഒരു നുണയാണ്. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അസ്തിത്വം, അതാണ് സത്യം. അതിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല, അതെപ്പോഴും അവിടെ ഉണ്ട്. നിങ്ങൾ നിർമ്മിക്കുന്നത് സമൂഹത്തിനു വേണ്ടിയും സമൂഹത്തിൽ പ്രവർത്തിക്കാനായും. അതിനെ നിങ്ങൾ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്. നിങ്ങളതിനെ എടുത്തു മാറ്റാനാകണം. ഈ മുഖംമൂടിയെല്ലാം വെച്ച് നിങ്ങൾ ഉറങ്ങാൻ പോയാൽ നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ട്.